നമ്മൾ ഈ പുറം രാജ്യത്തൊക്കെ നിൽക്കുമ്പോൾ ഈ നല്ല നെയ്ബേഴ്സിനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് മുമ്പ് നിന്നപ്പോൾ ഇപ്പം നിന്നപ്പോൾ ഒക്കെ കിട്ടിയത് അങ്ങനെ നല്ല നെയ്ബേഴ്സിനാട്ടോ. അത് മലയാളികൾ തന്നെ ആയിക്കണമെന്നില്ല. സുഡാനുണ്ട്, മലയാളികളുണ്ട്, പിന്നെ ഈ ആന്ധ്ര ഉണ്ട്, പിന്നെ തമിഴ്നാട്ടിലുള്ളവരുണ്ട്. അങ്ങനെ ഓരോ രാജ്യക്കാരാണ്, അങ്ങനെ മലയാളികൾ മാത്രമല്ല. ആദ്യം മലയാളികളല്ലാത്ത വേറെ ഏത് ആൾക്കാരെ കണ്ടാലും ഞാനൊന്ന് ബേക്കോട്ട്. ലാംഗ്വേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം കയറി വയലടിക്കാൻ. ഇങ്ങോട്ട് വന്ന് കുറച്ച് സംസാരിച്ചാൽ തന്നെ ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് എങ്ങനെങ്കിലും ഞാൻ കയറി വയലടിച്ചാൽ ഇങ്ങോട്ട് അധികം സംസാരിക്കാൻ ഞാൻ നിൽക്കലേ. എന്നുവെച്ചാൽ ഞാൻ സംസാരിക്കാൻ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല, അത് അവർ സംസാരിക്കുന്ന ചിലപ്പോൾ എനിക്ക് മനസ്സിലാവണമെന്നില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കലേ ഉണ്ടാവും. പിന്നെ കുറേ ജപ ഭാഷ അറിയാണ്ട് കളിച്ചെങ്കിലും പിന്നെ എന്താക്കി, പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് മിങ്കിളായിപ്പോയിക്കും എല്ലാവരും. ഒരു സ്ഥലത്ത് നിൽക്കുക എന്ന് തന്നെ പറയുന്നത് ഇത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ആണെങ്കിലും ഇവിടെ റൂം മാറാതിരിക്കാം. മുമ്പ് ഞാൻ നിന്നിടത്തൊക്കെ പല രാജ്യക്കാരാണെങ്കിലും ഒരു ഫാമിലി എങ്ങനെയാണ് അതുപോലെ ആയിട്ട് കഴിഞ്ഞാൽ ഒരു ഹാളുണ്ട്, ഈ ഹാളിലൊരു മേശ, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരുമിച്ച് കഴിക്കല്. ഇവർ ഹസ്ബൻഡ്സൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗേൾസ് മാത്രമാണല്ലോ ഉണ്ടാവുക. പിന്നെ ആ ടൈമിൽ അവിടെ ആർക്കും ജോലിയില്ലായിരുന്നു, ഗേൾസിന് ഒറ്റൊന്നിനും ജോലിയില്ലായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ രാവിലെ ആയാലും ഉച്ചയായാലും രാത്രിയിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. പിന്നെ കഥ പറയലും, പിന്നെ പുറത്ത് പോകുന്നുണ്ട് മെട്രോയിൽ പുറത്ത് പോക്കും, പിന്നെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക, നല്ലൊരു ഫാമിലി എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. എന്ന് പറയണേ, നമ്മൾ ബോയ്സിനൊക്കെ റൂമിലാക്കിയിട്ട് ഗേൾസ് എല്ലാവരും കൂടി ഒരു റൂമിൽ സ്റ്റേ വരെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇവിടുന്ന് റൂം ഷിഫ്റ്റ് ആവാണ് ഇന്നോ നാളെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഷിഫ്റ്റ് ആവുന്ന പ്രമാണിച്ച് റൂമിൻ്റെ അപ്പുറമൊക്കെ നല്ല ഫുഡെല്ലാം തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.